ലൈൻ റൊട്ടേഷൻ അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ്. ഇത് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ബേസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് പെക്യുലിയർ പ്രോബ്ലംസ് എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാം യൂണിവേഴ്സിറ്റിയിൽ ചോദിച്ചിട്ടുള്ളതാണ്. സോ നമുക്ക് 4 ക്വസ്റ്റൻ ആണ് ഇതിൽ ഞാനൊന്ന് എടുത്ത് വെച്ചിട്ടുള്ളത്. സോ നമുക്ക് എത്ര ക്വസ്റ്റൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ജസ്റ്റ് ഒന്ന് സ്പീഡായിട്ട് പറഞ്ഞു പോവാം. നോർമലായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന പ്രോബ്ലം തന്നെയാണ്, പക്ഷെ ഒരു ചെറിയ ചേഞ്ച് ഉണ്ടായിരിക്കും. അതിൽ എന്തായിരിക്കും ആ ഡിഫറൻസ് എന്ന് നമുക്കൊന്ന് പറഞ്ഞു പോവാം. സോ ഫസ്റ്റ്, draw the projections of a line AB 100 mm long, inclined at 45 degree to HP and 30 degree to VP, and the end A is on HP and the other end B is on VP. What is the height of the point B above HP and distance of point A from VP? എന്നാണ് അതിൽ ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ഗിവൺ ഡേറ്റ ഉണ്ടെന്ന് ആദ്യം ഒന്ന് നോക്കാം. സോ ഈ ക്വസ്റ്റ്യനിൽ ആദ്യം നമുക്ക് സമയം ലാഭിക്കാനായിട്ട് ഗിവൺ ഡേറ്റ ഞാൻ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഗിവൺ ഡേറ്റ ആദ്യം തന്നിട്ടുണ്ട്. ലൈനിന്റെ ട്രൂ ലെങ്ത് ഇവിടെ തന്നിട്ടുണ്ട്. ട്രൂ ലെങ്ത് ഓഫ് ദി ലൈൻ ഇസ് 100 mm. അത് ഇവിടെ തന്നിട്ടുണ്ട്. അടുത്ത്, ലൈൻ ഇസ് ഇൻക്ലൈൻഡ് അറ്റ് 45 degree to HP and 30 degree to VP. അപ്പോൾ തീറ്റ ഇസ് 45 degree and phi is 30 degree. അടുത്ത കാര്യം പറഞ്ഞിട്ടുള്ളത്, end A is on HP and other end B is on VP. അതായത് A എന്ന് പറയുന്ന എൻഡ് അതിന്റെ ഒരു എൻഡ് HP യിലാണ് എന്ന് പറയുമ്പോൾ എൻഡ് A is on HP എന്ന് പറയുമ്പോൾ ഏതാണ്? അതിന്റെ ഫ്രണ്ട് വ്യൂ ആണ്, XY ലൈനിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. എൻഡ് A is on HP എന്ന് പറഞ്ഞാൽ ആ XY ലൈനിൽ ഈ ഒരു പെർട്ടിക്കുലർ എൻഡിന്റെ എയുടെ ഫ്രണ്ട് വ്യൂ XY ലൈനിൽ നമുക്ക് കിട്ടും. പക്ഷേ അതിന്റെ ടോപ്പ് വ്യൂ നമുക്ക് കിട്ടില്ല. A' കിട്ടും, ടോപ്പ് വ്യൂ കിട്ടില്ല. ടോപ്പ് വ്യൂ കിട്ടണമെങ്കിൽ എന്ത് വേണം? എയുടെ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു VP പറഞ്ഞിരിക്കണം. സാധാരണ ക്വസ്റ്റിൽ എങ്ങനെയാണ് പറയാറ്? എൻഡ് A is somewhat 10 mm above HP and 20 mm in front of VP. അപ്പൊ രണ്ട് കണ്ടീഷൻ തരും. ഒരു എൻഡിൽ തന്നെ HP നിന്ന് എത്ര, VP യിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് എന്ന് തന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇവിടെ അത് പറയുന്നില്ല. ഇവിടെ എൻഡ് A is on HP, ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ നമുക്ക് അതിൽ നിന്ന് A' XY ലൈനിലായിരിക്കും എന്ന് മാത്രമേ ഇവിടെ കിട്ടുള്ളൂ. അടുത്ത കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് A എന്നുള്ള പോയിന്റ്, അതായത് ടോപ്പ് വ്യൂ നമുക്ക് കണ്ടുപിടിക്കണം. VP ന്ന് എത്ര ഡിസ്റ്റൻസ് ആണെന്ന് കണ്ടുപിടിക്കണം. അത് ഇവിടെ തന്നിട്ടില്ല. അടുത്തത്, അതർ എൻഡ് B is on VP എന്ന് പറഞ്ഞാൽ എൻഡ് B VP യിലാണ് എന്ന് പറയുന്നുണ്ട്. എൻഡ് A HP യിലും എൻഡ് B VP യിലുമാണ് എന്ന് പറയുമ്പം ബിയുടെ ഏത് വ്യൂ ആണ്? ബിയുടെ ടോപ്പ് വ്യൂ നമുക്ക് XY ലൈനിൽ കിട്ടും. എൻഡ് B is in VP എന്ന് പറയുമ്പോൾ B എന്ന പോയിന്റിന്റെ ടോപ്പ് വ്യൂ നമുക്ക് XY ലൈനിൽ കിട്ടും. അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്തവിടെ തന്നിട്ടില്ല? B' എന്ന പോയിന്റ്, അതായത് ബിയുടെ ഫ്രണ്ട് വ്യൂ എവിടെയാണെന്നുള്ളത് തന്നിട്ടില്ല. HP എന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് ഇവിടെ തന്നിട്ടില്ല. സോ അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ കണ്ടുപിടിക്കണം. എയുടെ പൊസിഷൻ കണ്ടുപിടിക്കണം, ബിയുടെയും പൊസിഷൻ കണ്ടുപിടിക്കണം. അത് തന്നെയാണ് അവർ ക്വസ്റ്റ്യനിലും പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഇസ് ദ ഹൈറ്റ് ഓഫ് പോയിന്റ് എബോവ് HP ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് A ഫ്രം VP. അപ്പൊ A എന്നുള്ള പോയിന്റിന് വെർട്ടിക്കൽ പ്ലെയിൻ ബേസ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് തന്നിട്ടില്ല. B എന്നുള്ള പോയിന്റിന് ഹൊറിസോണ്ടൽ പ്ലെയിൻ ബേസ് ആയിട്ടുള്ള ഡിസ്റ്റൻസും തന്നിട്ടില്ല. അത് രണ്ടുമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് എയുടെ ടോപ്പ് വ്യൂവും ബിയുടെ ഫ്രണ്ട് വ്യൂ. ഈ ലൈനിന്റെ പ്രൊജക്ഷൻ ഓഫ് ദിസ് ലൈൻ അത് കൺസ്ട്രക്ട് ചെയ്യാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. യു വിൽ ടേക്ക് ദി സ്കെയിൽ. നമ്മൾ ആദ്യം വരയ്ക്കുന്നത് XY ലൈൻ വരയ്ക്കും. ആസ് യൂഷ്വൽ ടേക്ക് യുവർ സ്കെയിൽ. നമ്മൾ 2H പെൻസിൽ എടുത്തിട്ട് വിൽ കൺസ്ട്രക്ട് ദ XY ലൈൻ. നമ്മുടെ റെഫറൻസ് ലൈൻ നമ്മളിപ്പോൾ ഇവിടെ വരയ്ക്കും. വിൽ മാർക്ക് ഇറ്റ് ആസ് XY നമ്മളിവിടെ മാർക്ക് ചെയ്യും. നമുക്ക് അടുത്ത ഇമ്മീഡിയറ്റ് ഡേറ്റ എന്താണ്? എൻഡ് A is in HP എന്ന് പറയുന്നുണ്ട്. അപ്പം
ഈ എ ഡാഷ് എന്നുള്ള പോയിന്റ് ഈ എക്സ് വൈ ലൈനിലായിരിക്കും. എ ഡാഷ് എന്നുള്ള പോയിന്റ് ഈ എക്സ് വൈ ലൈനിലായിരിക്കും. നമ്മളിവിടെ കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് നമുക്കൊരു പോയിന്റ് ഇവിടെ സെലക്ട് ചെയ്യാം. ട്രേസിനെ പറ്റിയൊന്നും പറയുന്നില്ല. സോ നമുക്ക് എവിടെ വേണമെങ്കിലും ഒരു പോയിന്റ് ഒന്ന് സെലക്ട് ചെയ്യാം. സോ പോയിന്റ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ പോയിന്റിനെ മാർക്ക് ചെയ്യും. എ ഡാഷ് എന്ന് നമ്മൾ മാർക്ക് ചെയ്യും. കാരണം എൻഡ് എ ഇസ് ഇൻ എച്ച് പി എന്ന് പറയുമ്പോൾ എ ഡാഷ് ആണ് നമുക്ക് എന്ത് എവിടെ കിട്ടുന്നത്, എക്സ് വൈ ലൈനിൽ കിട്ടുന്നത് എ ഡാഷ് ആണ്. നമ്മളപ്പോൾ അതിനെ ഇവിടെ മാർക്ക് ചെയ്യും. നെക്സ്റ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അടുത്ത നമുക്ക് ചെയ്യാം. ട്രൂ ലെങ്ത് തന്നിട്ടുണ്ട്, തീറ്റയും തന്നിട്ടുണ്ട്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിന്റെ ട്രൂ ലെങ്ത് വരയ്ക്കാം. അതായത് ട്രൂ ലെങ്ത് എല്ലാം ഫ്രണ്ട് വ്യൂ എ ഡാഷ് B1 ഡാഷ് അതിന് നമുക്കിപ്പോൾ വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഒന്ന് നമുക്കിപ്പോൾ ആംഗിൾ 45 ഡിഗ്രി ആക്കുക, സ്കെയിലിൽ 45 ഡിഗ്രി മെഷർ ചെയ്തിട്ട് പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് 45 ഡിഗ്രി മെഷർ ചെയ്ത് യു ക്യാൻ ഡ്രോ ദ ലൈൻ. അപ്പൊ ഇതായിരിക്കും നിങ്ങളുടെ ട്രൂ ലെങ്ത്, ഫ്രണ്ട് വ്യൂ ബേസ് ചെയ്തിട്ടുള്ള ട്രൂ ലെങ്ത് നമ്മളിപ്പോൾ ഇവിടെ വരയ്ക്കാൻ പോവാണ്. നമുക്കിവിടെ വരയ്ക്കാം. 45 ഡിഗ്രിക്ക് എത്ര ലെങ്ത് ആണ്? 100 mm ലെങ്ത് ആണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് 100 mm വരയ്ക്കുമ്പോൾ നിങ്ങളുടെ പേപ്പറിൽ സ്പേസ് പറ്റുമോ എന്ന് നോക്കിക്കോളാം. തികയോന്ന് എനിക്കറിയില്ല, അതൊരു ഇഷ്യൂ ആണ്. നിങ്ങൾ A4 വരയ്ക്കുന്നതുകൊണ്ട് ചിലപ്പം ഈ 100 mm പറ്റുമോ അറിയില്ല. എ ഡാഷ് B1 ഡാഷ്. ചിലപ്പോൾ നിങ്ങളുടെ പേപ്പറിൽ സ്പേസ് പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മളൊരു സ്കെയിൽ എടുക്കും. സ്കെയിൽ എടുത്തിട്ട് 1:2 എന്ന് എടുക്കാം. അപ്പം 100 mm will become 50 mm. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് A4 ഷീറ്റ് ആണെങ്കിൽ, A3 ഷീറ്റ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. A4 ഷീറ്റിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഈ 100 mm വരയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. 100 mm എന്ന് പറയുമ്പോൾ 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ 10 സെന്റിമീറ്റർ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്കെയിൽ എടുക്കാം. 100 mm = 50 mm എന്ന്. ദാറ്റ് ഈസ് 1:2 സ്കെയിൽ എടുത്ത് പാതി ലെങ്ത്തിൽ വരയ്ക്കാം. ബാക്കിയൊക്കെ സെയിം തന്നെ, ആംഗിൾ ഒക്കെ സെയിം ആയിട്ട് തന്നെ വെച്ചാൽ മതി. നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഇത് വരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ 10 സെന്റിമീറ്റർ, അതായത് 100 mm ലെങ്ത് വരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ സ്കെയിൽ എടുത്ത് വരച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ലെങ്ത് എല്ലാം ഒറിജിനൽ ലെങ്ത്തിന്റെ പകുതിയായിട്ടായിരിക്കും കിട്ടുന്നത് എല്ലാം. ഓക്കെ, സോ അത് നമ്മൾ B1 ഡാഷ് വരച്ചു. നമുക്കിപ്പോ ഒരു കാര്യം അറിയണം, ഇതിന്റെ ലോക്കസ് എവിടം വരെയാണ് ഇത് പോകുന്നത്. B1 ഡാഷ് നമ്മൾ ഒരു പ്രൊജക്ഷൻ ലൈൻ വരച്ചാൽ ദാറ്റ് വിൽ മൂവ് അപ് ടു ലോക്കസ് ഓഫ് എ. എയുടെ ലോക്കസ് വരെയാണ് പോകുന്നത്. പക്ഷെ നമുക്ക് എ എന്നുള്ള പോയിന്റ് അറിയില്ല. നമുക്ക് ഇവിടെ എഴുതാം ദിസ് ഇസ് ലോക്കസ് ഓഫ് എ ഡാഷ്. പക്ഷെ B1 ഡാഷിൽ നിന്ന് നമ്മൾ ഒരു പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അത് എവിടം വരെ പോകണം? ഈ ഒരു ഇത് നോക്കിയാൽ മതി. B1 ഡാഷിൽ നിന്ന് നമ്മൾ ഒരു പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ദാറ്റ് ഷുഡ് മൂവ് ടുവേർഡ്സ് ദ ലോക്കസ് ഓഫ് എ. ലോക്കസ് ഓഫ് എയിൽ പോയി അത് ടച്ച് ചെയ്യണം. പക്ഷെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ് ഇല്ലാത്തത്? ഈ ഒരു ക്വസ്റ്റ്യനിൽ ലോക്കസ് ഓഫ് എ ഇല്ല. പക്ഷെ നമുക്ക് അടുത്ത് പ്രൊസീഡ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ? വേറെ ഒരു വഴിയില്ല പ്രൊസീഡ് ചെയ്യാൻ. നമുക്ക് എ ഡാഷേ അറിയാവുള്ളൂ. അപ്പം ഇത് വരയ്ക്കണമെങ്കിൽ ഈ രണ്ടാമത്തത് വരയ്ക്കാൻ പറ്റില്ല. വേറൊരു കാര്യം അറിയാം, ബി ഇവിടെ എവിടെയോ ഉണ്ട്. ബി എവിടെ ഉണ്ട്? നമ്മുടെ ഈ എക്സ് വൈ ലൈനിൽ എവിടെയോ ബി എന്നുള്ള പോയിന്റ് ഉണ്ട്. അതും എക്സാക്ട് ആയിട്ട് എവിടെയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ എവിടെയെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യണം. അതിന്റെ പൊസിഷൻ അറിയില്ല. ജസ്റ്റ് നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പരിപാടി ഈ ബി ഡാഷിനെ ഒന്ന് പ്രൊജക്ട് ചെയ്യാം. 90 ഇതിൽ സ്കെയിൽ സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഈ B1 ഡാഷിനെ ഒന്ന് പ്രൊജക്ട് ചെയ്യണം. B1 ഡാഷിനെ ഒന്ന് പ്രൊജക്ട് ചെയ്ത് കുറച്ച് താഴോട്ടൊന്ന് പ്രൊജക്ട് ചെയ്താൽ മതി. എവിടം വരെയാണെന്ന് നമുക്കറിയില്ല. അതേപോലെ A1 ഡാഷിൽ നിന്നും നമുക്കറിയാം, A1 ഡാഷിൽ നിന്നും ഒരു പ്രൊജക്ഷൻ ലൈൻ വരച്ചാൽ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും, ഈ ലൈനിൽ, ഈ പ്രൊജക്ഷൻ ലൈനിൽ എവിടെയെങ്കിലും ആയിരിക്കും നമ്മുടെ പോയിന്റ് എ എന്നുള്ള കാര്യം നമുക്കറിയാം. ഈ ഒരു പ്രോബ്ലം നമുക്കിപ്പോൾ പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ സ്റ്റക്ക് ആയി പോകും. തീർച്ചയായിട്ടും ഈ ഒരു റീജിയനിൽ വന്ന് നമ്മൾ സ്റ്റക്ക് ആയി പോകും. ഇതിനപ്പുറത്തോട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ ഒന്നും തന്നെ ഇല്ല. സോ അത് തന്നെയാണ് ഈ പ്രോബ്ലത്തിന്റെ സ്പെഷ്യാലിറ്റി. അപ്പൊ ഇവിടെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം ചെയ്യണം. അസ്യൂം ഇതുവരെ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം നമ്മളിവിടെ ചെയ്യണം. അസ്യൂം a point A1 along the projector from
എ ഡാഷ്. അപ്പൊ നമ്മളൊരു എ എന്നുള്ള പോയിന്റ് നമുക്കറിയില്ല. എ എന്നുള്ള പോയിന്റ്, അതായത് പോയിന്റ് എയുടെ ടോപ്പ് വ്യൂ നമ്മൾ എ എന്ന് മാർക്ക് ചെയ്യും. അത് നമുക്ക് അറിയില്ല. അപ്പൊ ഇത് എവിടെയാണെന്ന് അറിയില്ല. അപ്പൊ ഇത് അറിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഡമ്മി പോയിന്റ് നമ്മളിവിടെ വെക്കുകയാണ്. ഒരു ഡമ്മി പോയിന്റ്, ഒരു എക്സ്ട്രാ ആയിട്ട് ഒരു പോയിന്റ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നു, അസ്യൂം ചെയ്യുന്നു. എന്തായാലും അറിയാം എ എന്നുള്ള പോയിന്റ് ഈ പ്രൊജക്ഷൻ ലൈനിൽ എവിടെയെങ്കിലും ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും നമുക്ക് വേണ്ട. തീർച്ചയായിട്ടും എ എന്നുള്ള പോയിന്റ് ഈ ഒരു പ്രൊജക്ഷൻ ലൈനിലായിരിക്കും അതിൽ നമുക്ക് ഒരു ഡൗട്ടും വേണ്ട. അപ്പോ ഈ പ്രൊജക്ഷൻ ലൈനിൽ എവിടെയാണെന്നുള്ളത് നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാലേ അറിയാൻ പറ്റും. അതിനെപ്പറ്റി നമുക്കിവിടെ വലിയ അറിവൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രോബ്ലം പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡമ്മി പോയിന്റിനെ നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ദാറ്റ് ഡമ്മി പോയിന്റ് കുഡ് ബി നെയിംഡ് ആസ് A1 ഡാഷ്. ഞാൻ ആ ഡമ്മി പോയിന്റ് എവിടെ കൊണ്ടുപോകുമെന്ന് വെച്ചാൽ ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നു, ഇവിടെ ഒരു സ്ഥലത്തായിട്ട്. ഇതിന് സ്പെസിഫിക് ഡിസ്റ്റൻസ് ഒന്നും എനിക്ക് അറിയില്ല. സോ പോയിന്റ് എക്ക് പകരം ഞാൻ A1 എന്നൊരു പോയിന്റ് ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാണ്. പ്ലേസ് ചെയ്യുന്ന ഡിസ്റ്റൻസിന് വലിയ പ്രസക്തിയില്ല. ജസ്റ്റ് ഒരു ഡമ്മി പോയിന്റ്, നമുക്ക് അറിയാത്ത ഒരു പോയിന്റ് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാണ്, അറിയാത്ത ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ്. അത് ഓർത്ത് വെച്ചേക്കുക. ഇതാണ് ഈ ഒരു മെത്തേഡിന്റെ സ്പെഷ്യാലിറ്റി. ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്കിപ്പം ഇവിടെ നിന്നും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണെന്ന് വെച്ചോളാം. നമ്മൾ ഇവിടെ നിന്നും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. ഒരു പ്രൊജക്ഷനിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരയ്ക്കുകയാണ്. ഈ A1 തൊട്ട് ഇവിടെ വരെ ഒരു ലൈൻ നമ്മൾ വരയ്ക്കുന്നു. അപ്പൊ അങ്ങനെ ലൈൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു മീറ്റിംഗ് പോയിന്റ് കാണും. ഇവിടുത്തെ മീറ്റിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ B1 ഡാഷിൽ നിന്നും വരുന്ന പ്രൊജക്ഷൻ ലൈൻ ഇവിടെ മീറ്റ് ചെയ്യും. സോ ദിസ് ഇസ് ആക്ച്വലി നമ്മുടെ B1. അപ്പൊ ഈ ലോക്കസിന് നമുക്ക് പറയാം ദിസ് ലോക്കസ് കുഡ് ബി നെയിംഡ് ആസ് ലോക്കസ്. കുറച്ചൊന്ന് പ്രൊജക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ലോക്കസിന്റെ പേര് പറയാം. ലോക്കസ് ഓഫ് A1. ഇത് നോക്കണം, നമ്മളൊരു ഡമ്മി പോയിന്റ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ഡമ്മി പോയിന്റ് ലോക്കസ് A1 എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ ഇങ്ങനെ ഒരു പോയിന്റ് ശരിക്കും ഇല്ല. നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ വരച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ലെങ്ത് എന്തായിരിക്കും? ഈ A1 B1 എന്ന് പറയുന്ന ലെങ്ത് എന്തായിരിക്കും? A1 B1 ഇസ് യുവർ ടോപ്പ് വ്യൂ ലെങ്ത്. പഴയ പ്രോബ്ലത്തിലൊക്കെ നമുക്ക് AB1 എന്നൊക്കെ കിട്ടും. AB1 എന്ന് കിട്ടുന്ന ടോപ്പ് വ്യൂ ലെങ്ത്, അതായത് നമ്മുടെ ഫൈനൽ AB ആണ്. ഈ ലെങ്ത് ആണ് നമ്മുടെ ടോപ്പ് വ്യൂ ലെങ്ത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മുകളിലത്തെ ഈ പ്രോബ്ലം ഒന്ന് നോക്കിയാൽ മതി. ഈ ക്വസ്റ്റിൽ നോക്കുമ്പോൾ B1 ഡാഷിൽ നിന്ന് ഇവിടെ പ്രൊജക്ട് ചെയ്യുമ്പോൾ നമുക്ക് ലോക്കസ് ഓഫ് എയിൽ കിട്ടുന്ന ഈ ലെങ്ത് ആണ് എന്ത്? AB1 ആണ് നമ്മുടെ ടോപ്പ് വ്യൂ. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് ലോക്കസ് ഓഫ് ബിയിൽ കൊണ്ടുവയ്ക്കുമ്പോൾ നമുക്ക് B എന്നുള്ള പോയിന്റ് കിട്ടും. സോ AB ഈസ് അവർ ടോപ്പ് വ്യൂ. അതേപോലെ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഡമ്മി പോയിന്റ് ഫിക്സ് ചെയ്തു. അപ്പോൾ B1 ഡാഷിൽ നിന്ന് വരയ്ക്കുന്ന പ്രൊജക്ഷൻ ലൈൻ അവിടെ മീറ്റ് ചെയ്തപ്പോൾ നമുക്ക് ടോപ്പ് വ്യൂ കിട്ടി. A1 B1 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നോർമൽ ക്വസ്റ്റ്യൻസിൽ ചെയ്യുന്ന പോലൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ എന്തെങ്കിലും കാര്യം നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുമോ? ഈ ടോപ്പ് വ്യൂ വെച്ചിട്ട് A1 എന്നുള്ള പോയിന്റ് നമുക്കിപ്പോൾ കിട്ടി. സോ എക്ക് പകരം നമ്മൾ ഫിക്സ് ചെയ്ത ഡമ്മി പോയിന്റ് ആണ് A1. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഫൈയുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. ഫൈ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി ടു VP എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ വേറെ ഒരു കാര്യം അറിയാം, നമുക്ക് നമ്മുടെ പോയിന്റ് B ഇവിടെ എവിടെയാണെന്ന് അറിയില്ല. ഈ XY ലൈനിലാണ് നമ്മുടെ പോയിന്റ് B എന്നറിയാം, ദ കണ്ടീഷൻ. അപ്പോൾ നമ്മൾ എയിൽ നിന്നും നമ്മുടെ പോയിന്റ് B കണ്ടുപിടിക്കാനുള്ള പുറപ്പാടാണ്. അപ്പോൾ ഫൈ എന്നുള്ള ആംഗിൾ വെച്ചിട്ട്, അപ്പോൾ ഫൈ എന്നുള്ള ആംഗിൾ 30 ഡിഗ്രിയാണ്. നമ്മുടെ പ്രൊട്രാക്റ്റിൽ 30 ഫിക്സ് ചെയ്തിട്ട്, അപ്പോൾ B എന്നുള്ള പോയിന്റ് ഇവിടെ ആയിരിക്കണമെങ്കിൽ ഈ പോയിന്റ് B എന്നുള്ള പോയിന്റ് XY ലൈനിലായിരിക്കണമെങ്കിൽ നമ്മുടെ B എവിടെ ആയിരിക്കണം? B കുറച്ച് ഇവിടെ ഒന്ന് മുകളിലോട്ടാണ്, ഈ ഒരു ഡയറക്ഷനിലായിരിക്കണം B നമുക്ക് വരേണ്ടത്. B1 എന്നുള്ള പോയിന്റ് അല്ലെങ്കിൽ B2 എന്നുള്ള പോയിന്റ്. അപ്പോൾ നമുക്ക് ഫൈ എന്നുള്ള ആംഗിൾ ഇവിടെ എടുത്ത് 30 ഡിഗ്രി ഇവിടെ മെഷർ ചെയ്തിട്ട് നമുക്കൊരു ലൈൻ അങ്ങോട്ട് വരയ്ക്കാം. ഈ ലൈനിന്റെ ലെങ്ത് എത്രയാണ്? 100 mm ലൈനാണ് നമ്മൾ വരയ്ക്കുന്നത്. 100 mm ലൈന് ഇവിടെ നിന്ന് 30 ഡിഗ്രി മെഷർ ചെയ്ത്
നമ്മൾ 100 mm ലൈൻ വരയ്ക്കുകയാണ്. സോ 100 mm ലൈൻ വരയ്ക്കുമ്പോൾ നമുക്കത് ഇവിടെ എവിടെയെങ്കിലും കിട്ടും. ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും ആ പോയിന്റ് നമുക്ക് കിട്ടുന്ന. വിൽ നെയിം ദാറ്റ് പോയിന്റ് ആസ് പോയിന്റ് B2. ഡൗട്ട് വരികയാണെങ്കിൽ ഈ പ്രോബ്ലം നോക്കിയാൽ മതി. നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ടോപ്പ് വ്യൂവിൽ നിന്നും 5 മെഷർ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ B2 എന്നാണ് അതിന് പേര് കൊടുക്കുന്നത്. ഇതാ ഇവിടെ ഉള്ളതുപോലെ. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ക്ലിയർ ആയിരിക്കണം നിങ്ങൾ, ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ബി എന്നുള്ള പോയിന്റ് XY ലൈനിലാണ്. അപ്പം ബി താഴോട്ട് എന്തായാലും താഴോട്ട് വരില്ല. ബി അതിന്റെ ബാക്കിയുള്ളതൊക്കെ താഴോട്ട് വരില്ല, തീർച്ചയായിട്ടും ഈ ഡയറക്ഷനിലോട്ടേ വരുള്ളൂ. അപ്പൊ നമുക്ക് ആ 30 ഡിഗ്രി മെഷർ ചെയ്ത് ഇങ്ങോട്ട് തന്നെ വരയ്ക്കണം. ഇതാണ് നമ്മുടെ 30 ഡിഗ്രി. 5 = 30 ഡിഗ്രി. ഓക്കെ, ഇവിടെ ആയിരിക്കും നമുക്ക് B2 കിട്ടുന്നത്. ഇത് നമ്മുടെ സ്കെയിൽ എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമ്മുടെ സ്കെയിൽ എടുത്തിട്ട് B2-ൽ നിന്നും ഒരു പ്രൊജക്ഷൻ ലൈൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അത് എവിടം വരെ പോയി മീറ്റ് ആവും? B2-ൽ നിന്നും നമ്മൾ ഒരു പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അത് എവിടെ പോയി മീറ്റ് ആവണം? ദാറ്റ് വിൽ മീറ്റ് അറ്റ് ലോക്കസ് ഓഫ് A'. അത് ലോക്കസ് ഓഫ് A' മീറ്റ് ചെയ്യുന്ന പോയിന്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ്, B2-ൽ നിന്നൊരു പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കുമ്പോൾ അത് ലോക്കസ് ഓഫ് A' മീറ്റ് ചെയ്യുന്ന പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ് B2'. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് A', B2'? ദാറ്റ് ഈസ് യുവർ ഫ്രണ്ട് വ്യൂ. നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ A', B2' എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ ആണ്. അപ്പം ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ A', B2' റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ലോക്കസ് ഓഫ് B' കൊണ്ട് വയ്ക്കാം. സോ ഇവിടെ ലോക്കസ് ഓഫ് B' നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. ലോക്കസ് ഓഫ് B' നമ്മൾ വരയ്ക്കാൻ വിട്ടുപോയതാണ്, നമുക്ക് നേരത്തെ അത് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ലോക്കസ് ഓഫ് B' അവിടെ ഇരിപ്പുണ്ട്, നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള കാര്യമാണ്. സോ വി ക്യാൻ ജസ്റ്റ് ഡ്രോ ലോക്കസ് ഓഫ് B'. ഇതാണ് നമ്മുടെ ലോക്കസ് ഓഫ് B'. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഒന്നതാണ്. ഞാൻ റബ്ബ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡ്രോയിങ്ങിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, അതാണ് ഞാൻ റബ്ബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലോക്കസ് ഓഫ് B' കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ടേക്ക് അവർ കോമ്പസ് A' സെന്റർ ആക്കി വെച്ച്, ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. A', B2', ഇതല്ലേ ഫ്രണ്ട് വ്യൂ. A', B2' ആണ് നമ്മുടെ ഫുൾ ഫ്രണ്ട് വ്യൂ. അപ്പോൾ A', B2', A' സെന്റർ ആയിട്ട് വെച്ച് A', B2' റേഡിയസ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ വിൽ കട്ട് ആൻ ആർക്ക്. ഒരു ആർക്ക് നമ്മളിങ്ങനെ കട്ട് ചെയ്യും. ആ കട്ട് ചെയ്യുന്ന ആർക്ക് വിൽ മീറ്റ് അറ്റ് ലോക്കസ് ഓഫ് B'. ഈ ഡയറക്ഷനിൽ നമ്മൾ ഒരു ആർക്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു ആർക്ക് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ മീറ്റ് അറ്റ് ലോക്കസ് ഓഫ് B'. അപ്പൊ ഈ പോയിന്റിന് നമ്മൾ പറയുന്ന പേരായിരിക്കും B', നമ്മുടെ ഫ്രണ്ട് വ്യൂ. ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. വി ക്യാൻ ജോയിൻ ദിസ് A', B' നമുക്ക് ജോയിൻ ചെയ്യാം. ഞാൻ ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഫ്രണ്ട് വ്യൂ കിട്ടി. നമുക്ക് നമ്മുടെ ഫ്രണ്ട് വ്യൂ അവിടെ കിട്ടിയിട്ടുണ്ട്. ജോയിൻ A', B'. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എന്ത് വ്യൂ? ദിസ് ഇസ് അവർ ഫ്രണ്ട് വ്യൂ. ഇനി നമുക്ക് ടോപ്പ് വ്യൂ കണ്ടുപിടിക്കാൻ പറ്റുമോ? ടോപ്പ് വ്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ടോപ്പ് വ്യൂക്ക് നമുക്കൊരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? പോയിന്റ് ബി എന്നുള്ള ബിയുടെ ടോപ്പ് വ്യൂ എവിടെയാണുള്ളത്? ബി എന്ന് പറയുന്ന പോയിന്റ് ടോപ്പ് വ്യൂ. ബി ഇസ് ലൈങ് ഓൺ ദ XY ലൈൻ. അപ്പൊ എവിടെയാണെന്ന് നമുക്കറിയില്ല. XY ലൈനിൽ എവിടെയോ ആണ്, എവിടെയാണെന്ന് നമുക്കറിയില്ല. തീർച്ചയായിട്ടും ഈ XY ലൈനിൽ എവിടെയായിരിക്കും. അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ, നമുക്കറിയാം ഇതിന്റെ പ്രൊജക്ടേഴ്സ് വിൽ ലൈ ഓൺ സെയിം. ഇതിന്റെ പ്രൊജക്ടർ B' നിന്ന് ലൈൻ വരച്ചാൽ ദാറ്റ് വിൽ ലൈ ഓൺ ദ സെയിം പ്ലെയിൻ. നമ്മളിപ്പോൾ B' അതിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ പോയിന്റ് ബി എവിടെയാണോ, പോയിന്റ് ബിയും B' ഒരേ ലൈനിലായിരിക്കും. നേരത്തെ അറിയാം പോയിന്റ് ബി VP-യിലാണ്, അതായത് പോയിന്റ് ബി ഈസ് ഇൻ XY ലൈൻ. ബിയുടെ ടോപ്പ് വ്യൂ XY ലൈനിലാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ പോയിന്റ് ഇവിടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്, ഈ B' നിന്ന് ഒരു പ്രൊജക്ഷൻ ലൈൻ വരച്ചാൽ അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും B. So this will also act as locus of B.
ബി എന്നുള്ള പോയിന്റ് ബിയുടെ ടോപ്പ് വ്യൂവിന്റെ ലോക്കസ് ആയിട്ടും എക്സ് വൈ ലൈൻ തന്നെ ആക്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? പോയിന്റ് ബി കിട്ടി. ഈ A1 എന്നുള്ള എന്താണ്? ഒരു ഡമ്മി പോയിന്റ് ആണ്. അപ്പൊ അത് നമുക്ക് പോയിന്റ് എയുടെ ടോപ്പ് വ്യൂ ആയിട്ട് എടുക്കാൻ പറ്റില്ല. നമുക്ക് ഇനി എന്ത് കണ്ടീഷൻ ഉണ്ട്? ഇനി എന്ത് കണ്ടീഷനാണ് നമുക്കുള്ളത് ഇവിടെ ടോപ്പ് വ്യൂ കണ്ടുപിടിക്കാനായിട്ട്? നമുക്ക് ടോപ്പ് വ്യൂ ലെങ്ത് ഉണ്ട്. ടോപ്പ് വ്യൂ ലെങ്ത് കിട്ടി കഴിഞ്ഞിട്ടില്ലേ? A1 B1 ആണ് ടോപ്പ് വ്യൂ ലെങ്ത്. ഇതാണ് ടോപ്പ് വ്യൂ ലെങ്ത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കോമ്പസ് എടുത്തിട്ട് A1 B1 കോമ്പസ് എടുത്ത് A1 B1 മെഷർ ചെയ്യണം. നിങ്ങൾ കോമ്പസ് എടുത്ത് A1 B1 മെഷർ ചെയ്തിട്ട് പ്ലേസ് യുവർ കോമ്പസ് അറ്റ് പോയിന്റ് ബി. ഓർത്തുകൊള്ളുക, ക്ലിയർ ആയിട്ട് ഓർത്തുകൊള്ളുക. കോമ്പസ് എടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ A1 B1 ഇതാണ് നമ്മുടെ ടോപ്പ് വ്യൂ ലെങ്ത്. നമുക്ക് കിട്ടിയിട്ടുണ്ട് നേരത്തെ. നമുക്കറിയാം ഇത് തന്നെ ആയിരിക്കും ടോപ്പ് വ്യൂവിന്റെ ലെങ്ത്. കാരണം നമുക്കറിയാം A B1 ആണ് നമ്മുടെ ടോപ്പ് വ്യൂ. നേരത്തെ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ റബ് ചെയ്തു. സോ ദിസ് ഇസ് അവർ ടോപ്പ് വ്യൂ. ബി സെന്റർ ആക്കി വെച്ചിട്ട് A1 B1 റേഡിയസ് കോമ്പസിൽ A1 B1 മെഷർ ചെയ്ത് ബി സെന്റർ ആക്കി വെച്ചിട്ട് ദാ നമ്മളൊരു ആർക്ക് ഇവിടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആ പോയിന്റും കിട്ടും. നമ്മുടെ ആവശ്യമുള്ള പോയിന്റായ എയും കിട്ടും. അപ്പൊ ഇതുവരെ നമ്മൾ ഈ ഡമ്മി പോയിന്റ് A1 യൂസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ അതിനുശേഷം നമുക്കിപ്പോൾ ഒറിജിനൽ പോയിന്റ് കിട്ടി. ജസ്റ്റ് ജോയിൻ എ ആൻഡ് ബി. നമ്മുടെ എയും ബിയും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് വിടുക. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ജസ്റ്റ് ജോയിൻ എ ആൻഡ് ബി. നിങ്ങൾക്ക് ടഫായിട്ട് തോന്നും, ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കിയാൽ മതി. എത്ര ഈസിയാണ് ഈ ക്വസ്റ്റ്യൻ, അത്ര ടഫ് ഒന്നുമല്ല. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് തോന്നും. കാരണം ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അത്ര വലിയ ടഫ് ആയിട്ടൊന്നും തോന്നില്ല. അപ്പൊ ദിസ് ഇസ് അവർ ടോപ്പ് വ്യൂ. ഓക്കെ, ഇപ്പൊ നമ്മൾ വേണമെങ്കിൽ ഈ A1 B2 എടുത്തത് ഇങ്ങോട്ടൊക്കെ മാറ്റാം. അതിന്റെ ആവശ്യമില്ല. നമ്മൾ ഈ ഡമ്മി പോയിന്റ് വെച്ചാണ് വരച്ചത്. നമ്മൾ സാധാരണഗതി എന്ത് ചെയ്യും? A1 B2 പാരലൽ ലൈൻ ഇവിടെ വെച്ചിട്ട് വരച്ചാൽ നമുക്കിപ്പം ഒറിജിനൽ ട്രൂ ലെങ്തിന്റെ ഇത് ട്രൂ ലെങ്ത് ആണ്, ഇതും ട്രൂ ലെങ്ത് ആണ്, ഇത് ട്രൂ ലെങ്ത് ആണ്. A', B', A1 B2 ഇത് ട്രൂ ലെങ്ത് ആണ്. നമുക്ക് വേണമെങ്കിൽ ഈ A1 B2 ട്രാൻസ്ഫർ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം. പക്ഷെ വേണ്ട, നമ്മൾ ഈ ഡമ്മി മെത്തേഡ് യൂസ് ചെയ്താണ് ഇത് സോൾവ് ചെയ്തതെന്ന് അറിയണം. സോ അതിനു വേണ്ടി ഇത് അവിടെ തന്നെ ഇരിക്കട്ടെ. നമുക്കിപ്പോൾ അതിനെ എടുത്ത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തൊന്നും വെക്കേണ്ട. ഇത് എവിടെ ഇരിക്കുന്നോ അവിടെ തന്നെ ഇരുന്നോട്ടെ. നമുക്ക് ഫൈനൽ ഫ്രണ്ട് വ്യൂവും ഫൈനൽ ടോപ്പ് വ്യൂവും കിട്ടി. ക്വസ്റ്റനിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത്? പൊസിഷൻ ഓഫ് എ, അതായത് എയുടെ പൊസിഷൻ വി പിയിൽ നിന്നും അത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഈ ഡിസ്റ്റൻസ് നിങ്ങൾ മെഷർ ചെയ്യണം. നിങ്ങൾ മെഷർ ചെയ്യേണ്ട ഡിസ്റ്റൻസ് ഏതെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഈ ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യണം. തീർച്ചയായിട്ടും വേറെ എന്ത് ചെയ്യും? ഈ ട്രൂ ലെങ്ത് ഡയമെൻഷൻ ചെയ്യാം. ആ ഡയമെൻഷൻ ചെയ്യാൻ വീണ്ടും പറഞ്ഞു തരേണ്ടെന്ന് ആലോചിക്കുന്നു. ട്രൂ ലെങ്ത് ഒന്ന് ഡയമെൻഷൻ ചെയ്തോളുക. നിങ്ങൾക്ക് എവിടെയാണോ സ്പേസ് അവൈലബിലിറ്റി നിങ്ങളുടെ ഡ്രോയിങ്ങിൽ, അതിനനുസരിച്ച് ഈ ട്രൂ ലെങ്തിന് ഡയമെൻഷൻ ചെയ്യുക. ട്രൂ ലെങ്ത് എത്രയാണ്? 100 mm എന്നുണ്ടെങ്കിൽ 100 mm മാർക്ക് ചെയ്യുക. തീർച്ചയായിട്ടും ആ 100 mm നിങ്ങൾ മാർക്ക് ചെയ്യണം. ഞാൻ കുറച്ച് പേരുടെ ആൻസർ ഷീറ്റ് ഒക്കെ ശ്രദ്ധിച്ചു. ഇപ്പോൾ അതായത് നിങ്ങൾ സബ്മിറ്റ് ചെയ്തത് ഞാൻ കറക്ഷൻ ചെയ്തില്ലെന്നേ ഉള്ളൂ. മാക്സിമം പേരും ഈ ആരോ ഹെഡ് ഇടാറില്ല. ഓർത്തുകൊള്ളുക, ഈ ആരോ ഹെഡ് തീർച്ചയായിട്ടും ഇടുക. ആരോ ഹെഡ് നമുക്ക് മസ്റ്റ് ആണ്. എന്നിട്ട് എഴുതുമ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് എഴുതണം. നോക്കിക്കൊള്ളുക, ആരോ ഹെഡ് ഇടുക. ഞാൻ ഇപ്പോൾ ഈ ഡയഗ്രാമിനെ കോംപ്ലക്സ് ആക്കാൻ വിചാരിക്കുന്നില്ല. നിങ്ങൾ നോക്കിക്കൊള്ളുക, മറക്കരുത് ആരോ ഹെഡിന്റെ കാര്യം. നമ്മളോട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ എത്രയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്വസ്റ്റനിൽ ഈ ഒരു ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പൊസിഷൻ ഓഫ് എ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പൊസിഷൻ ഓഫ് ബി, അതായത് നമ്മൾ ഈ B' എന്നുള്ള പോയിന്റ് ഇതിന്റെ ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം. എ എന്നുള്ള പോയിന്റ് ഇതിന്റെ ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം. ഇത് രണ്ടും അങ്ങ് മെഷർ ചെയ്താൽ മതി. XY ലൈനിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്താൽ മതി. അങ്ങനെ മെഷർ ചെയ്യുമ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്താൽ മതി. മെഷർ ചെയ്തവിടെ തീർച്ചയായിട്ടും മാർക്ക് ചെയ്യണം. എത്ര കിട്ടുന്നുണ്ടെന്ന് മാർക്ക് ചെയ്യണം. അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് എഴുതാൻ വേണം. ഒരു ക്വസ്റ്റൻ അവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫൈൻഡ് ദിസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ആൻസർ ആയിട്ട് എഴുതാൻ വേണം. നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് 50 mm എന്നും ഈ ഡിസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ടല്ലോ, ബിയുടെ പൊസിഷൻ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ ആകുമ്പോൾ കുറച്ച് അപ്പുറത്ത് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്. ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നു, അത്രേ ഉള്ളൂ.
ഈ ലൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് സ്കെയിലൊക്കെ നിങ്ങൾ സ്കെയിൽ യൂസ് ചെയ്ത് ചെയ്യണേ, ഞാൻ ജസ്റ്റ് ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ. ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് ദിസ് ഇസ് ആക്ച്വലി ദ പൊസിഷൻ ഫോർ വാട്ട്, ബി ഡാഷിന്റെ പൊസിഷനാണ്. ഇത് രണ്ടും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവർ. നമുക്ക് ബിയും എ ഡാഷും എക്സ് വൈ ലൈനിലാണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് ആൻസർ 70 mm എന്ന് കിട്ടും. അപ്പോൾ എടുത്ത് എഴുതണം കേട്ടോ അതിന്റെ ആൻസർ. പോയിന്റ് ബി ഇറ്റ് ഇസ് 70 mm above HP and point A 50 mm in front of VP. ഇതൊരു ബോക്സിലിട്ടേക്കുക, ബോക്സിലിട്ട് എഴുതി വെച്ചോളൂ. ഇത് ചോദിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. യൂണിവേഴ്സിറ്റിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക, തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യുക ഒരു ക്വസ്റ്റ്യൻ. ഞാൻ എൻ്റെ വീഡിയോ നമുക്ക് ഇട്ടേക്കാം. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഞാൻ ക്വസ്റ്റ്യൻ പേസ്റ്റ് ചെയ്യേണ്ട വരട്ടെ. സോ അടുത്ത് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ ഒരു ഡമ്മി പോയിന്റ് ഒക്കെ ഫിക്സ് ചെയ്ത് നമ്മൾ വരയ്ക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഈ മോഡലിൽ 1-2 ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ 4 ക്വസ്റ്റ്യൻ ആണ് ഞാൻ പ്ലാൻ ചെയ്തത്. സോ നടക്കുമെന്ന് അറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ന് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇതിൽ എന്താണ് ഇവിടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിക്കാം ആദ്യം. End of a line AB is 20 mm in front of VP while other end B is 50 mm above HP. സോ ഇതാണ് അവർ ആദ്യം തന്നിട്ടുള്ളത്. End of a line AB is 20 mm above VP എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഏത് എൻഡാണെന്ന് അവർ പറയാനില്ല. സോ നമുക്ക് അടുത്ത് കുറച്ചുകൂടെ വായിക്കുമ്പോൾ നമുക്ക് കിട്ടും അതർ എൻഡ് ബി ഇസ് 50 mm above HP. അപ്പൊ തീർച്ചയായിട്ടും ഈ എൻഡ് എന്ന് പറയുന്നത് എൻഡ് എയെ കുറിച്ച് തന്നെയാണ് അവർ പറയുന്നത്. നമുക്ക് അത് ഇവിടെ എടുത്ത് എഴുതാം. That is, end A is 20 mm in front of VP and end B is 50 mm above HP. നമ്മൾ അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എന്തില്ല, എ ഡാഷിന്റെ പൊസിഷൻ അവർ പറഞ്ഞിട്ടില്ല. എയുടെ ഒരു പോയിന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറയുമ്പോൾ എന്ത് വ്യൂ ആണത്? എ ആണ്. ടോപ്പ് വ്യൂ പറ്റി എയുടെ ടോപ്പ് വ്യൂ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എ ഡാഷ് പറഞ്ഞിട്ടില്ല. എ ഡാഷ് നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? എബോവ് HP എത്രയാണെന്ന് അറിയണം. അതിവിടെ ഇല്ല. അടുത്ത് ചോദിക്കുന്നു അതർ എൻഡ് ബി ഇസ് 50 mm എബോവ് HP. അതായത് ബി എന്നുള്ള എൻഡ് 50 mm എബോവ് HP ആണ്. അപ്പം 50 mm എബോവ് HP എന്ന് പറയുമ്പോൾ ബിയുടെ ഏത് പോയിന്റ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത്? ബിയുടെ ഫ്രണ്ട് വ്യൂ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടില്ല? ബിയുടെ ടോപ്പ് വ്യൂ തന്നിട്ടില്ല. ഇതാണ് അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിന് ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ആ ക്വസ്റ്റ്യനിൽ രണ്ടും എവിടെയെന്ന് പറഞ്ഞു? എൻഡ് എ VP-യിലും എൻഡ് ബി HP-യിലും ആണെന്ന് പറഞ്ഞു. ഇപ്പൊ അതിന് പകരം ഒരു തന്നിട്ടുള്ളത് എൻഡ് എ ഒരു 20 mm ഇൻ ഫ്രണ്ട് ഓഫ് VP-യും എൻഡ് ബി 50 mm എബോവ് HP. നമ്മളിപ്പോ തൊട്ട് മുമ്പേ ചെയ്ത പ്രോബ്ലത്തിന് സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ അടുത്ത് നോക്കുകയാണെങ്കിൽ ട്രൂ ലെങ്ത് തന്നിട്ടുണ്ട്. ലൈൻ 60 mm ലോങ്, is inclined 45 degree to HP and 30 degree to VP. ലൈനിന്റെ ട്രൂ ലെങ്ത് 60 mm, അതിന്റെ ഇൻക്ലിനേഷൻ തീറ്റ 45 degree to HP-യും 30 degree to VP-യും ആണ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ വരയ്ക്കാൻ തുടങ്ങാം. സോ പെട്ടെന്നൊന്ന് വരച്ചിട്ട് നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്യാൻ പറ്റിയ അത്രയും നല്ലത്. ഈ ഒരു പ്രോബ്ലം പെട്ടെന്നൊന്ന് വരയ്ക്കാം. ഇപ്പോൾ നമുക്കിപ്പോൾ ഇന്ന് ക്ലാസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാൻ നാളത്തെ ക്ലാസ്സിൽ അടുത്ത മെത്തേഡ് തുടങ്ങും. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്, ബാക്കിയും കുറച്ചുകൂടെ എക്സ്ട്രാ പ്രോബ്ലംസ് ഉണ്ട്, ഞാൻ നമുക്ക് വീഡിയോയിൽ
സെപ്പറേറ്റ് വീഡിയോ ചെയ്തു തരാം. അല്ലെങ്കിൽ ഇതിലിപ്പോൾ നമ്മൾ ക്ലാസ്സിൽ സോൾവ് ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് ടൈം വേസ്റ്റ് ആവും. നമുക്ക് അടുത്ത ടോപ്പിക്കുകളിലോട്ടൊന്നും പോകാൻ പറ്റില്ല. ഓക്കെ, സോ നമുക്കിപ്പം ഈ ഗിവൺ ഡേറ്റ യൂസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചു. ഗിവൺ ഡേറ്റ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ദ കൺസ്ട്രക്ഷൻ. അപ്പോൾ ആദ്യം നമ്മൾ സാറിന് ചെയ്യുന്ന പോലെ വിൽ ഡ്രോ ദ XY ലൈൻ. ഇവിടെ XY ലൈൻ വരയ്ക്കുന്നു. നമുക്കറിയാവുന്ന പോയിന്റ്, ആദ്യം അറിയാവുന്ന പോയിന്റ് എയും അറിയാം ബിയും അറിയാം ഇവിടെ. അപ്പോൾ നമുക്ക് എ ആദ്യം മാർക്ക് ചെയ്യാം. പോയിന്റ് എ ഇവിടെ മാർക്ക് ചെയ്യാം. സ്കെയിൽ എടുക്കുന്നു. സ്കെയിൽ എടുത്തിട്ട് കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് നമുക്കിവിടെ പോയിന്റ് എ മാർക്ക് ചെയ്യാം. ഇവിടെ ട്രേസ് ഒന്നും വരയ്ക്കാൻ പറഞ്ഞിട്ടില്ല, സോ കുഴപ്പമില്ല. നമുക്ക് ഒരുപാട് സ്പേസ് ഒന്നും വിടണ്ട. ഇവിടെ ഒരു പോയിന്റ് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ നിന്നും എയുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. എയുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് സ്കെയിലിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്യണം. എത്ര മെഷർ ചെയ്യണം? 20 mm മെഷർ ചെയ്യണം. സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് 20 mm മെഷർ ചെയ്യണം. സോ 20 mm മെഷർ ചെയ്യുമ്പോൾ നമുക്ക് ഈ പോയിന്റ് കിട്ടും. വിൽ നെയിം ദിസ് പോയിന്റ് ആസ് എ ഡാഷ്. സോറി തന്നിട്ടുള്ളത് ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നാണ്. ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുമ്പോൾ താഴോട്ടാണ് വരുന്നത്. ഓക്കെ, ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. സോ താഴോട്ട് വരുമ്പോൾ 20 mm താഴോട്ട് മെഷർ ചെയ്തിട്ട് നമ്മൾ ഈ പോയിന്റിനെ മാർക്ക് ചെയ്യും ആസ് എ എന്ന് മാർക്ക് ചെയ്യും. പോയിന്റ് എ എന്ന് മാർക്ക് ചെയ്യും. ഈ ഡിസ്റ്റൻസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യുക, ഡയമെൻഷൻ ചെയ്തോളുക. നമ്മൾ തീർച്ചയായിട്ടും അത് ചെയ്യണം, അത് വിട്ടുപോരുത്. 20 mm. ഓക്കെ, അപ്പോൾ 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ഇതൊന്ന് മാർക്ക് ചെയ്തോളാം. അപ്പോൾ നമുക്ക് അടുത്ത് വരയ്ക്കാൻ പറ്റും. പോയിന്റ് എ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലോക്കസ് ഓഫ് എ വരയ്ക്കാൻ പറ്റും. പോയിന്റ് എ ഉണ്ടെങ്കിൽ വി ക്യാൻ ഡ്രോ ലോക്കസ് ഓഫ് എ. ലോക്കസ് ഓഫ് എ വരയ്ക്കാൻ വേണ്ടി സ്കെയിൽ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് എയിൽ നിന്നും, ഈ എ എന്നുള്ള പോയിന്റിൽ നിന്നും ജസ്റ്റ് ഡ്രോ ആ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈൻ വരച്ചോളുക. ഇതാണ് നമ്മുടെ എന്ത്? ഇതാണ് നമ്മുടെ ലോക്കസ്. ദിസ് ഇസ് ആക്ച്വലി ലോക്കസ് ഓഫ് പോയിന്റ് എ. ഇത്ര നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് എൻഡ് ബിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എൻഡ് ബിയുടെ ഡിസ്റ്റൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതെവിടെ ആയിരിക്കും എന്നാണ് നമ്മൾ അടുത്ത് നോക്കേണ്ടത്. എൻഡ് ബി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് 50 mm എബോവ് HP എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻഡ് ബി ഈസ് 50 mm എബോവ് HP. നമ്മളിവിടെ XY ലൈനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു 50 mm ഡിസ്റ്റൻസ് ഒന്ന് മെഷർ ചെയ്യണം. ഈ XY ലൈനിൽ വെച്ചിട്ട് ഒരു 50 mm ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് നമ്മൾ ഇതുവഴി ഒരു ലോക്കസ് വരയ്ക്കും. 50 mm ഡിസ്റ്റൻസ് മെഷർ ചെയ്യും XY ലൈനിൽ നിന്നും. നമ്മളിത് സിമിലർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ്. ഇവിടെ നിന്ന് 50 mm മെഷർ ചെയ്ത് എന്ത് ചെയ്യും? ലോക്കസ് വരയ്ക്കും. ഓക്കെ, ഈ 50 mm മുകളിലുള്ള ലോക്കസ് ഏതാണ്? This is actually locus of B dash. ഈ വരയ്ക്കുന്നതാണ് നമ്മുടെ ലോക്കസ് ഓഫ് B dash. This is locus of B dash. ഓക്കെ, ഇനി അടുത്ത് എന്തുണ്ട്? അടുത്ത് നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? ട്രൂ ലെങ്ത് ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. ട്രൂ ലെങ്ത് നമുക്കുണ്ട്. വേറെ തീറ്റ ഉണ്ട്. പക്ഷെ തീറ്റ വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് എ ഉള്ളൂ, എ ഡാഷ് ഇല്ല. എ ഡാഷ് ഉണ്ടെങ്കിൽ തീറ്റ വെച്ചിട്ട് ഫ്രണ്ട് വ്യൂവിൽ ഇൻക്ലിനേഷൻ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ തീറ്റയുടെ വാല്യൂ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈസി ആയിട്ട് ഈ എ എന്നുള്ള പോയിന്റ് എവിടെയാണെന്ന് അറിയാമായിരുന്നെങ്കിൽ എയുടെ ഫ്രണ്ട് വ്യൂ, എ ഡാഷ് നമുക്ക് അറിയാമായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സുഖമായിട്ട് വരയ്ക്കായിരുന്നു. പക്ഷെ ഇവിടെ അതിനുള്ള സ്കോപ്പ് ഇല്ല. കാരണം നമുക്കിവിടെ അറിയില്ല, എ ഡാഷിനെ പറ്റി അറിയില്ല. വേറൊരു കാര്യം നമുക്കറിയാം, ഈ ആംഗിൾ അറിയാം. 5 is equal to 30 degree എന്ന് നമുക്കറിയാം. ട്രൂ ലെങ്ത് 60 mm. അപ്പോൾ നമുക്ക് അതിന്റെ ടോപ്പ് വ്യൂ വരയ്ക്കാൻ പറ്റും. നമുക്ക് ഇവിടെ വെച്ചിട്ട് അതിന്റെ ടോപ്പ് വ്യൂ വരയ്ക്കാൻ പറ്റും. 5 എന്നുള്ള ആംഗിൾ വെച്ചിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ 30 ഡിഗ്രി എന്ന് എടുത്തിട്ട് യു ക്യാൻ ഡ്രോ 30 ഡിഗ്രി മെഷർ ചെയ്യുക. 30 ഡിഗ്രി മെഷർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ
വി ക്യാൻ ഡ്രോ ദ ടോപ്പ്. ഇപ്പൊ ടോപ്പ് വ്യൂ വരയ്ക്കാനായിട്ട് ഇവിടുത്തെ ആംഗിൾ ടോപ്പ് വ്യൂ എന്ത് ടോപ്പ് വ്യൂ ആണ്? ട്രൂ ലെങ്തിന്റെ ടോപ്പ് വ്യൂ ആണ്. ട്രൂ ലെങ്തിന്റെ ടോപ്പ്. ദിസ് ഇസ് ആക്ച്വലി ഇവിടെ ട്രൂ ലെങ്ത് ആണ്. ഇവിടെ എൻഡ് പോയിന്റ് ഈ ആംഗിൾ ഫൈ ആണ്. ഫൈ ഇസ് ഈക്വൽ ടു 30 ഡിഗ്രീസ്. നമുക്കുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ആദ്യം വരച്ചു വെക്കുന്നു. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? എ, ഈ ഇവിടെ കിട്ടുന്ന പോയിന്റിന്റെ പേര് B2 എന്ന് പറയും. അതെല്ലാം നമ്മൾ സാധാരണ ചെയ്യുന്നത്. അപ്പോ നമ്മൾ അടുത്ത പ്രൊസീഡ് ചെയ്യണമെങ്കിൽ ഈ B2നെ എങ്ങോട്ട് കൊണ്ടുപോകണം? B2നെ എ ഡാഷിന്റെ ലോക്കസ് വരെ കൊണ്ടുപോകണം. പക്ഷെ നമുക്കിപ്പോ എന്തില്ല? എ ഡാഷ് എവിടെയാണ് നമുക്ക് അറിയില്ല. എ ഡാഷ് ഫിക്സ് ചെയ്യാൻ ഒരു വഴിയുമില്ല. അപ്പൊ എ ഡാഷ് ഉണ്ടെങ്കിലേ നമുക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നമുക്ക് ഇവിടെ പ്രോബ്ലം സ്റ്റക്കായി പോകും. എ ഡാഷ് ഇല്ലെങ്കിൽ നമ്മൾ പ്രോബ്ലം ഇവിടെ സ്റ്റക്കായി പോകും. നമുക്ക് ഒന്നും പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെയാണ് നമ്മൾ പിന്നെയും ആ ഡമ്മി കളി കളിക്കുന്ന. സോ അസ്യൂം എ പോയിന്റ് A1 ഡാഷ് അറ്റ് XY ലൈൻ. അപ്പോൾ നമ്മൾ ഒരു അസംഷൻ എടുക്കാൻ പോവാണ്. A1 ഡാഷ് എന്നൊരു പോയിന്റ് ഇവിടെ XY ലൈനിൽ ഇരിക്കുകയാണ് നിൽക്കുന്നത്. XY ലൈൻ ഓൺ ദ പ്രൊജക്ടർ ഫ്രം ഏതിന്റെ പ്രൊജക്ടറിലായിരിക്കും? എ എന്നൊരു പ്രൊജക്ടർ വരച്ചാൽ അതിന്റെ സെയിം ലൈനിലായിരിക്കും A1 ഡാഷ്. നിങ്ങൾ ഞാൻ XY ലൈനിൽ എടുക്കുന്നു. XY ലൈനിൽ തന്നെ എടുക്കണമെന്നൊന്നുമില്ല. ഈ എ എന്ന് വരയ്ക്കുന്ന പ്രൊജക്ഷൻ ലൈനിൽ എവിടെ വേണമെങ്കിലും എടുത്താൽ മതി. അപ്പൊ നമുക്ക് അറിയാത്തതുകൊണ്ട്, എക്സാക്ട് പൊസിഷൻ അറിയാത്തതുകൊണ്ട് ഞാനിപ്പോ അതിന് XY ലൈനിൽ എടുക്കുന്നു. Assume point A1 dash at XY line on projector A. അപ്പൊ എയിൽ നിന്നും വരയ്ക്കുന്ന പ്രൊജക്ടറിൽ XY ലൈനിൽ നമ്മൾ A1 ഡാഷ് എന്നൊരു പോയിന്റ് എടുക്കുകയാണ്. ഇറ്റ്സ് ആക്ച്വലി എ ഡമ്മി പോയിന്റ്. എന്തിന്റെ ഡമ്മിയാണ്? എ എന്നുള്ള പോയിന്റിന്റെ ഡമ്മി എ ഡാഷ്. എ ഡാഷിന്റെ ഡമ്മി. എ ഡാഷ് നമുക്ക് അറിയില്ല. സോ എ ഡാഷിന്റെ ഡമ്മി പോയിന്റ് ആയിട്ട് നമ്മൾ A1 എടുക്കാനുണ്ട്. സോ സ്കെയില് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചോളുക. സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ഈ ഇവിടെ നിന്നൊരു ഇവിടെ നിന്നൊരു പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കും. എയിൽ നിന്നും നമ്മളിപ്പോൾ പറയുന്നു അത് XY ലൈനിൽ മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ പോയിന്റ് വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് A1 ഡാഷ് എന്ന് നമുക്ക് പറയാം. എന്താണ് A1 ഡാഷ്? ഇറ്റ്സ് എ ഡമ്മി പോയിന്റ്. എ ഡാഷിന്റെ ഒരു ഡമ്മി പോയിന്റ് ആണ് A1 ഡാഷ്. ഓക്കെ. അപ്പോൾ A1 ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എഴുതാം ഇറ്റ് ഇസ് ആക്ച്വലി ദ ലോക്കസ് ഓഫ് A1 ഡാഷ് എന്ന് നമുക്ക് പറയാം. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ന് വെച്ചാൽ നമുക്ക് ട്രൂ ഇൻക്ലിനേഷൻ ഉണ്ട്. തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രി എന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ട്രൂ ലെങ്ത് ഉണ്ട് 60 mm, ട്രൂ ഇൻക്ലിനേഷൻ തീറ്റ 45 ഡിഗ്രി ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്ന വെച്ചാൽ വിൽ റൊട്ടേറ്റ്. നമ്മൾ പ്രൊട്രാക്ടറിൽ 45 ഡിഗ്രി മെഷർ ചെയ്തിട്ട് A1 ഡാഷിൽ നിന്നും വിൽ ഡ്രോ എ ലൈൻ. ട്രൂ ലെങ്ത് വരയ്ക്കും. എത്രയാണ്? 60 mm നമ്മൾ ലൈൻ ഇവിടെ വരയ്ക്കും. ഏത് ആംഗിളിൽ നമ്മൾ വരയ്ക്കുമെന്ന് വെച്ചാൽ at an angle theta is equal to 45 ഡിഗ്രി. സോ തീറ്റ 45 ഡിഗ്രിക്ക് നമ്മൾ എന്ത് ചെയ്യും? ഒരു ലൈൻ വരയ്ക്കും. ഈ ട്രൂ ലെങ്ത് നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ കൺസ്ട്രക്ട് ചെയ്യും. സോ അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ കിട്ടുന്ന പോയിന്റ് ആയിരിക്കും നമ്മുടെ പോയിന്റ് B1 ഡാഷ്. ഓക്കെ. സോ B1 ഡാഷ് എന്നൊരു പോയിന്റ് ഇവിടെ കിട്ടും നമുക്ക്. അപ്പോൾ അടുത്തന്നെ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ B1 ഡാഷിന് നമ്മൾ സാധാരണ പ്രോബ്ലത്തിൽ B1 ഡാഷിന് നമ്മൾ പ്രൊജക്ട് ചെയ്താൽ B1 ഡാഷിൽ നിന്നും ഒരു പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ദാറ്റ് ഷുഡ് മീറ്റ് അറ്റ് ലോക്കസ് ഓഫ് A. അപ്പോ സോ ദാറ്റ് ഷുഡ് മീറ്റ് അറ്റ് ലോക്കസ് ഓഫ് A. അപ്പൊ ആ പോയിന്റ് നമ്മൾ പറയുന്ന പേരായിരിക്കും B1 എന്ന് പറയും അല്ലെ. അപ്പൊ ഈ B1 എന്ന് പറഞ്ഞാൽ എന്താണ്? B1 ഇസ് ഈക്വൽ ടു നമ്മുടെ ടോപ്പ് വ്യൂ ആണ്. B1 ഇസ് അവർ ടോപ്പ് വ്യൂ. ദിസ് ഇസ് ആക്ച്വലി അവർ ടോപ്പ് വ്യൂ. നമുക്ക് ടോപ്പ് വ്യൂവിന്റെ ലെങ്ത് കിട്ടി. നമ്മൾക്ക് വേറെ എന്തുണ്ട്? ഇവിടെ ടോപ്പ് വ്യൂവിന്റെ ലെങ്തും കിട്ടി. നമ്മുടെ കയ്യിൽ B2 ഉണ്ട്. സോ നമുക്കിപ്പോൾ B2 ഉണ്ടെങ്കിൽ വി ക്യാൻ ഡ്രോ ലോക്കസ് ഓഫ് B2 വരയ്ക്കാമല്ലോ.
അതായത് ലോക്കസ് ഓഫ് ബി നമുക്ക് വരയ്ക്കാം. ഇവിടെ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും? ലോക്കസ് ഓഫ് ബി വരയ്ക്കാൻ പറ്റും. This is actually locus of B. ലോക്കസ് ഓഫ് ബി വരച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങളുടെ കോമ്പസ് എടുത്തിട്ട് വിത്ത് എ ആസ് സെന്റർ എ ബി വൺ ആസ് റേഡിയസ്. എ ബി വൺ എന്താണ്? ടോപ്പ് വ്യൂ ആണ്. അപ്പൊ അതിനെ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് എവിടെ കൊണ്ടുവയ്ക്കാൻ പറ്റും? ഇതിനെ റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്താൽ അതിന് നമുക്ക് നമ്മുടെ ലോക്കസ് ഓഫ് ബിയിൽ കൊണ്ടുവയ്ക്കാൻ പറ്റും. സോ ദിസ് പോയിന്റ് വിൽ ബി അവർ പോയിന്റ് ബി. ബി എന്നുള്ള പോയിന്റ് കിട്ടി. അപ്പൊ നമുക്ക് ജോയിൻ ചെയ്യാം. എയും ബിയും ജോയിൻ ചെയ്യാം. എയും ബിയും ജോയിൻ ചെയ്ത് എന്താണ് നമ്മുടെ? അതാണ് നമ്മുടെ ടോപ്പ് വ്യൂ ബൈ മീൻസ് ഓഫ് റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ്. ഇത് ഓർത്ത് വെച്ചേക്കുക. ഈ രണ്ട് പ്രോബ്ലം, ഇതേപോലത്തെ രണ്ട് പ്രോബ്ലം കൂടെ ഉണ്ട്. എന്തായാലും നമുക്ക് ഇപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അതിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇട്ടേക്കാം. സോൾവ് ചെയ്ത് വീഡിയോ ഇടാം. സോ എ ബി. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണത്? ഇതാണ് നമ്മുടെ ടോപ്പ് വ്യൂ. ഇവിടെ ഉള്ള എ ബി വണ്ണിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങ് കൊണ്ടുവച്ചു. വി ഗോട്ട് എ ബി ആസ് അവർ ടോപ്പ്. ഇനി നമുക്ക് എന്തുണ്ട് നമ്മുടെ കയ്യിൽ? നമുക്ക് ലോക്കസ് ഓഫ് ബി ഡാഷ് ഉണ്ട്, പോയിന്റ് ബിയും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ സ്കെയിലിൽ നേരെ ബിയിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതെവിടെ മീറ്റ് ആവണം? ജസ്റ്റ് ഒരു പ്രൊജക്ഷൻ ലൈൻ അല്ലെങ്കിൽ ഒരു പ്രൊജക്ടർ വരയ്ക്കുകയാണെങ്കിൽ ദാറ്റ് ഷുഡ് മീറ്റ് അറ്റ് ലോക്കസ് ഓഫ് ബി ഡാഷ്. ആ പോയിന്റ് നമ്മൾ പറയുന്ന പേരായിരിക്കും ബി ഡാഷ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ബി ഡാഷ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എ വൺ ഡാഷ് ഡമ്മി പോയിന്റ് ആണുള്ളത്. നമുക്കിനി എന്ത് കണ്ടുപിടിക്കണം? എ ഡാഷിനെ കണ്ടുപിടിക്കണം. അതിനെന്തെങ്കിലും വഴിയുണ്ടോ? അതിന് നമുക്കൊരു വഴിയുണ്ട്. ആ വഴി എന്തെന്ന് വെച്ചാൽ നമുക്ക് ഈ ബി ടു ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ. ബി ടുവിനെ നമുക്കിപ്പോൾ പ്രൊജക്ട് ചെയ്യാം. ബി ടുവിനെ പ്രൊജക്ട് ചെയ്ത് എവിടെ മീറ്റ് ചെയ്യണം? ദാറ്റ് ഷുഡ് റീച്ച് വിച്ച് പോയിന്റ്? ബി ടുവിനെ നമ്മൾ പ്രൊജക്ട് ചെയ്താൽ എവിടെ പോയി മീറ്റ് ആവണം? ദാറ്റ് ഷുഡ് മീറ്റ് ലോക്കസ് ഓഫ് എ ഡാഷിൽ മീറ്റ് ആവണം. നമ്മളപ്പോൾ ഈ ബി ടുവിനെ പ്രൊജക്ട് ചെയ്താൽ ദാറ്റ് ഷുഡ് മീറ്റ് അറ്റ് ദ ലോക്കസ് ഓഫ് എ ഡാഷ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രൊജക്ട് ചെയ്യാണ്. ബി ടുവിനെ പ്രൊജക്ട് ചെയ്താൽ ലോക്കസ് ഓഫ് എ ഡാഷിൽ മീറ്റ് ചെയ്യണം. പക്ഷെ നമുക്ക് ഇല്ലാത്തതും എന്ത് തന്നെയാണ്? എ ഡാഷ് തന്നെയാണ് നമുക്ക് ഇല്ലാത്തത്. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഈ ഡമ്മി പോയിന്റ് യൂസ് ചെയ്യാം. തൽക്കാലത്തേക്ക് നമ്മൾ ഈ ഡമ്മി ലോക്കസ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ബി ടു ഡാഷ് കിട്ടുമെന്ന് വിചാരിക്കുക. ബി ടുവിനെ പ്രൊജക്ട് ചെയ്താൽ ലോക്കസ് ഓഫ് എ ഡാഷിലാണ് മീറ്റ് ചെയ്യേണ്ടത്. പക്ഷെ എ ഡാഷ് നമുക്ക് അറിയില്ല. വീണ്ടും നമ്മൾ ഈ ഡമ്മി ലോക്കസ് യൂസ് ചെയ്യണം, ലോക്കസ് ഓഫ് എ വൺ ഡാഷ്. അപ്പോൾ ഈ ഡിസ്റ്റൻസിന് നമ്മൾ എന്ത് പേര് പറയും? നോർമലായിട്ട് നമ്മൾ പറയും എ ഡാഷ് ബി ടു ഡാഷ് എന്ന് പറയുന്ന നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ്. ഇവിടെ എ ഡാഷിന് വരെ നമ്മൾ ഡമ്മി എ വൺ ഡാഷ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും എന്ത് തന്നെ ആയിരിക്കും? എ വൺ ഡാഷ് ബി ടു ഡാഷ്. ദാറ്റ് വിൽ ഓൾസോ ബി അവർ ഫ്രണ്ട് വ്യൂ. ഇത് തന്നെ ആയിരിക്കും നമ്മുടെ ഫ്രണ്ട് വ്യൂ. അപ്പൊ ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് ഈ എ വൺ ഡാഷിൽ നിന്നും ഈ എ എന്ന് പോകുന്നല്ലോ പ്രൊജക്ഷൻ ലൈൻ, എ എന്ന് പോകുന്ന പ്രൊജക്ഷൻ ലൈനിൽ നമ്മളൊന്ന് കുറച്ചുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എ എന്ന് പോകുന്ന പ്രൊജക്ഷൻ ലൈൻ നമ്മളൊന്ന് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, കുറച്ചു ദൂരം മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യണം. എ വൺ ഡാഷ് ബി ടു ഡാഷ് കോമ്പസ് എടുത്ത് എ വൺ ഡാഷ് നിങ്ങളുടെ കോമ്പസ് എടുക്കണം. ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യണം. എ വൺ ഡാഷ് ബി ടു ഡാഷ് ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് വിത്ത് ബി ഡാഷ് ആസ് സെന്റർ, ബി ഡാഷ് സെന്റർ ആക്കി വെച്ചിട്ട് നിങ്ങളൊരു ആർക്ക് കട്ട് ചെയ്യണം. ബി ഡാഷ് സെന്റർ ആക്കി വെച്ചൊരു ആർക്ക് ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഷുഡ് മീറ്റ് ദിസ് പ്രൊജക്ഷൻ ലൈൻ. അപ്പൊ ഇതാണ് നമ്മുടെ ഒറിജിനൽ പോയിന്റ് എ ഡാഷ്. ഇതായിരിക്കും നമ്മുടെ ഒറിജിനൽ എ ഡാഷ് എന്ന് വെച്ചാൽ എ വൺ ഡാഷ് ബി ടു ഡാഷ്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ് അനുസരിച്ച് ഇതായിരിക്കും നമ്മുടെ ഫ്രണ്ട് വ്യൂ. അപ്പൊ ഇത് എ വൺ ഡാഷ് ബി ടു ഡാഷ് മെഷർ ചെയ്തിട്ട് വിത്ത് ബി ഡാഷ് ആസ് സെന്റർ
cut an arc along the projection line. A യിൽ നിന്നും പോണ പ്രൊജക്ഷൻ ലൈനിൽ ആർക്ക് കട്ട് ചെയ്യുക. സോ ദിസ് ഇസ് അവർ ഫൈനൽ പോയിന്റ് എ ഡാഷ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് ജോയിൻ എ ഡാഷ് ആൻഡ് ബി ഡാഷ്. ജസ്റ്റ് എ ഡാഷും ബി ഡാഷും ജോയിൻ ചെയ്യുക. നിങ്ങൾക്കിപ്പോ ഇതുവരെ നിങ്ങൾ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ, ഞാൻ ഇതുവരെ ഒരുപാട് പേര്, ഒരു 10-15 പേര് കൂടുതൽ ഇതുവരെ വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല. സോ അവർക്കാർക്കും അത് മനസ്സിലാവാനുള്ള ചാൻസും ഇല്ല. നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഞാൻ ഡെയിലി ഇടുന്ന ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാലേ, ബാക്കി സബ്ജക്റ്റിനെ പോലെ അല്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഒരു ഇതുവരെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് ഒരു 30 പേര് സബ്മിറ്റ് ചെയ്തിട്ടുള്ളൂ, ബാക്കി ആരും ചെയ്തിട്ടില്ല. സോ അത് അങ്ങനെ ഇരിക്കരുത്, അങ്ങനെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാതെ കെയർലെസ് ആയിട്ട് ഇരിക്കരുത്. ഒന്ന് കെയർഫുൾ ആയിട്ട് സബ്മിറ്റ് ചെയ്തോളൂ, എന്നാലേ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമുക്കപ്പോൾ ഇവിടെ കിട്ടി നമ്മുടെ ഫ്രണ്ട് വ്യൂ. സോ ഈ ലൈനൊക്കെ കാണാൻ കുറച്ച് ഓക്വേർഡ് ആയിട്ടായിരിക്കും തോന്നുന്നത്. നമ്മൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്തതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് എന്താണ് അത്രയൊരു ഭംഗിയൊന്നും അതിന് കാണില്ല. പക്ഷേ ഓക്കെ, നമുക്ക് കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ ഡിസ്റ്റൻസ് മാത്രം ഒന്ന് മെഷർ ചെയ്താൽ മതിയല്ലോ. ഈ ഡിസ്റ്റൻസ് ഒന്ന് മെഷർ ചെയ്യണം. നമുക്ക് ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുള്ളത് അത് തന്നെയാണ്. പ്രൊജക്ഷൻ ലൈൻ വരച്ചിട്ട് ഇതൊക്കെ ഒന്ന് മെഷർ ചെയ്ത് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് എയുടെ പൊസിഷൻ, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ എയുടെ പൊസിഷൻ മാർക്ക് ചെയ്യാൻ പറഞ്ഞു ഫ്രം HP. ഇതൊന്നും നിങ്ങൾ തീർച്ചയായിട്ടും മാർക്ക് ചെയ്യുക. നമുക്ക് ഫൈനലായിട്ട് കിട്ടിയ ആൻസർ ആണ്. ഞാൻ ചുമ്മാ മാർക്ക് ചെയ്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രൊസീജിയർ വെച്ച് മാർക്ക് ചെയ്യുക. ഇതിൻ്റെ ആൻസർ ഇറ്റ് ഇസ് ആക്ച്വലി നിയർലി എത്ര കിട്ടും ജസ്റ്റ് ഒന്ന് നോക്കിക്കോളാം. എനിക്ക് ഇവിടെ ആൻസർ കയ്യിലില്ല. ഇതൊന്ന് മെഷർ ചെയ്യുക. അപ്പം ഈ ഡിസ്റ്റൻസ് എത്രയാണോ അത് നിങ്ങൾ മെഷർ ചെയ്തിട്ട് അതിൻ്റെ ആൻസർ എഴുതിക്കോളൂ. ഞാൻ ആൻസർ പറയാം, നോക്കിയിട്ട് പറയാം. അതേപോലെ ഈ ഡിസ്റ്റൻസ്, അതായത് ബി ഇൻ ഫ്രണ്ട് ഓഫ് VP എത്രയാണെന്നുള്ളത് ഒന്ന് നമ്മൾ മാർക്ക് ചെയ്യണം. ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂസ് ആണ്. അപ്പോൾ മാർക്ക് ചെയ്താൽ മാത്രം പോരാ, നമ്മൾ ഇതിനെ ആൻസർ ആയിട്ട് എടുത്ത് എഴുതാൻ കൂടെ വേണം. ഈ ഡിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്യണം. അതായത് വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ്, പൊസിഷൻ ഓഫ് B ഫ്രം VP ഇൻ ഫ്രണ്ട് ഓഫ് VP എത്രയാണ്. അതേപോലെ പൊസിഷൻ ഓഫ് A ഡാഷ് ഫ്രം HP എബോവ് HP, A ഡാഷിന്റെ പോയിന്റ് എബോവ് HP എത്രയാണ്. സോ ഇതിപ്പോൾ ആൻസർ ഞാൻ നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് ഞാൻ ഈ ക്വസ്റ്റൻ എന്തായാലും തരുമ്പോൾ ആ ക്വസ്റ്റൻ പേപ്പറിന്റെ കൂടെ ആൻസർ തരാം. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അത് എത്രയാണ്. സോ ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ ആണ്. ഇത് മാത്രം വരച്ചാൽ മാത്രം പോരാ, നമ്മൾ എന്ത് ചെയ്യണം, പോയിന്റ് AS ഡാഷ് എബോവ് HP ആൻഡ് വാല്യൂ നിങ്ങൾ മെഷർ ചെയ്തുള്ളത് വരച്ചിട്ട് പോയിന്റ് BS ഡാഷ് ഇൻ ഫ്രണ്ട് ഓഫ് VP. ഓക്കെ, ഇതൊന്ന് മാർക്ക് ചെയ്തോളൂ. നമുക്ക് സാറിന് റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ ഈ ലൈനിനെ എടുത്ത് മുകളിലേക്ക് കൊണ്ടുവയ്ക്കും. സോ അങ്ങനെ ചെയ്താലും തെറ്റൊന്നുമില്ല. നമുക്കിത് അത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിക്കൊള്ളുക. സമയം ഒരുപാടായി, എന്നാലും ഒന്ന് പറയാം. നിങ്ങൾ മിനി ഡ്രാഫ്റ്റർ എന്നൊരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ഡമ്മി ലൈൻ യൂസ് ചെയ്ത് തന്നെ സോൾവ് ചെയ്യാനൊരു വഴി ഉണ്ടായിരുന്നു. മിനി ഡ്രാഫ്റ്റർ നിങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ പ്രൊട്രാക്ടർ ആയിരിക്കും മാക്സിമം പേര് യൂസ് ചെയ്യുന്നത്, പ്രൊട്രാക്ടറും സ്കെയിലും. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു ലൈനിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുപോകാം. ഈ ഒരു ലൈനിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ B1 ഡാഷിന് തൊട്ട് നേരെ ആയിരിക്കും നമുക്ക് ഇവിടെയും B1 ഡാഷ് കിട്ടേണ്ടത്. ഓക്കെ, സോ കറക്റ്റ് ആയിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ സോ നമുക്ക് ആ ഒരു മെത്തേഡിൽ ചെയ്യാം. പക്ഷേ സോ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതേപോലെ ഡമ്മി പോയിന്റ് വെച്ച് വരയ്ക്കുന്നതായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഇവിടെ നമുക്ക് റൊട്ടേഷൻ ഒന്നും വേണ്ട, ഇത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എങ്ങനെയാണോ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ജസ്റ്റ് ലീവ് ആസ് ഇറ്റ് ഇസ്. ഓക്കെ, സോ ഓക്കെ, താങ്ക് യു. നമുക്ക് ഒരുപാട് സമയമായി. ഞാൻ അറ്റൻഡൻസ് ഒന്ന് എടുത്തോട്ടെ, ലീവ് ആവരുത്, അറ്റൻഡൻസ് എടുത്തോട്ടെ.